ഫാമിലെ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകർക്ക് ആശ്വാസവുമായി വന്നിരിക്കുകയാണ് സർക്കാർ. അരുമകളായ പശുക്കൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്നുള്ള ആഘാതത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇളയ കുട്ടി മാത്യുവിനെ മന്ത്രി ചിഞ്ചുറാണി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് ഇവരുടെ 13 പശുക്കളാണ് ചത്തത്. മികച്ച കുട്ടിക്കർഷകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഇവരുടെ ഫാമിന് ലഭിച്ചിരുന്നു. ഈ കുടുംബത്തിൻ്റെ ഉപജീവനമാർഗമാണ് ഈ ഫാം. തൊടുപുഴയിലെ മികച്ച ഫാമുകളിലൊന്നാണ് ഇത്. ഇന്നലെ കപ്പത്തൊണ്ട് കഴിച്ചതിന് ശേഷം പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ഓരോന്നായി ചത്തു വീഴുകയായിരുന്നു. പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നു. പഞ്ചായത്ത് അധികൃതരുൾപ്പെടെ സ്ഥലത്തെത്തി സഹായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഒരുപാട് പ്രമുഖരാണ് അവരെ തേടിയെത്തിയത്. മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും വീട്ടിലെത്തി കുട്ടിക്കർഷകർക്ക് മന്ത്രിമാർ സഹായ വാഗ്ദാനം നൽകി. മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടെ 5 പശുക്കളെ ഉടൻ കൈമാറുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1 മാസത്തെ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും അടിയന്തര സഹായമായി മിൽമ 45,000 രൂപ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഭവിച്ചത് വൻ ദുരന്തമാണ്. സർക്കാർ മാത്യുവിനും കുടുംബത്തിനുമൊപ്പമുണ്ടെന്നും നാളത്തെ മന്ത്രിസഭ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതുപോലെ സിനിമാ ലോകത്തെ ഐതിഹാസികമായ പല നടന്മാരും കണ്ണീരിനെ തുടക്കാനെത്തി. 5 ലക്ഷം രൂപ ജയറാം കുട്ടികളുടെ വീട്ടിലെത്തി കൈമാറി. പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച പണമാണ് കുട്ടികൾക്ക് കൈമാറിയത്. സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് സഹായമെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനോടകം മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടിക്കർഷകർക്കായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഇതിനെ തുടർന്നായിരുന്നു പ്രശസ്ത വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസുഫ് അലിയുടെ വരവ്. അദ്ദേഹത്തിൻ്റെ CEO വന്ന് കുട്ടികളെ സന്ദർശിക്കുകയായിരുന്നു. അദ്ദേഹവും 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 10 പശുക്കൾ വാങ്ങാനായിരുന്നു അദ്ദേഹം വാഗ്ദാനം ചെയ്തത്.